എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് നബിദിനം എന്നാണ് പറയുക. നബിദിനം എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? നബിയായ ദിനം. ഭാഷാപരമായി മാതൃകകൾ പരിശോധിക്ക്. രാഷ്ട്രപതി ദിനം അല്ലേ? പ്രധാനമന്ത്രിയായ ദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ജനിച്ച് ഉമ്മാന്റെ കയ്യിലിരിക്കുന്ന കാലം അല്ല. രാഷ്ട്രപതിയായി ആര്? അബ്ദുൽ കലാം അല്ലേ? രാഷ്ട്രപതിയായി. അയാൾ രാഷ്ട്രപതിയായ ദിവസം ഒരു പക്ഷേ 60-ാമത്തെ വയസ്സിലോ 50-ാമത്തെ വയസ്സിലായിരിക്കും. അപ്പൊ രാഷ്ട്രപതി ദിനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനിച്ച ദിനം അല്ല. നബി ദിനം എന്ന് പറഞ്ഞാൽ നബിയായ ദിനം. അതെപ്പോഴാ? റബീഉൽ അവ്വല അല്ല. എല്ലാ മുസ്ലിങ്ങൾക്ക് അറിയാം റമളാനാ. ഇനി കേട്ടോട്ടെ, ഇനി കേൾക്കട്ടെ. നബിയായ ദിനം റമളാനാണ്. പിന്നെ മുഹമ്മദ് നബി ജനിച്ച ദിനം, ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമളാനിലാണ്. മുഹമ്മദ് നബിയായത് റമളാനിലാണ് അല്ലേ? നബി ജനിച്ചത് റമളാനിലാണ്. അവൻ നിങ്ങൾ റമളാനിലൊന്ന് ആഘോഷിക്കുക. ഇല്ല, നുണ പറയാൻ തീരുമാനിച്ചാൽ എന്താ ചെയ്യാ? മുജാഹിദാവില്ല. അതല്ലേ വെറുതെ എക്സോളസോ കിട്ടിയത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വലിയ സമ്മാനം ഞങ്ങൾ തന്നിന്ന് ഈ ജാതി നുണ പറഞ്ഞില്ല. കാരണം എന്താ? ഞങ്ങളെ നേതാവിന്റെ വാക്കുകൂടെ പുലരാണ്. എന്നിട്ട് ഇയാൾ 34-ാമത്തെ കളവ് പറയുന്നു. എന്താണെന്നറിയോ? റബീഉൽ അവ്വലിലാണെന്ന് തെളിയിക്കാൻ ആർക്കും കഴിയൂല. അതിനൊരു തെളിവില്ല. റമളാനിലാന്ന് പറഞ്ഞാലും പോരാ, റബീഉൽ അവ്വലിലാണ് നബി ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. 34-ാമത്തെ നുണ കാച്ചട്ടെ അയാൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. ആ സദസ്സിൽ ആരുണ്ടാവല്ലോ? കാരണം ഒക്കെ നിങ്ങളെ പോലെയുള്ള സാധനമല്ലേ മുന്നിലിരിക്കുന്നത്. ഇതിന് അടുക്കളയിലെ വെല്ലുവിളി എന്നാ പറയും. ഞങ്ങൾ പറയുന്നത് പോലെ പറയണ ആരെങ്കിലും വരട്ടെ. ഇയാൾ കണ്ടോ ഈ സദസ്സിൽ ആരാളുള്ളത്? അവിടെ ആരുണ്ടായാലും മൂപ്പരിക്കന്നെ അറിയാം. 34-ാമത്തെ കളവാണത്. റബീഉൽ അവ്വലിലാണ് നബി ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. തെളിവില്ലാതെ നിങ്ങളെ നേതാവിനെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചു തരാലോ. അനസ് മൗലവി, നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിന്റെ സുഹൃത്തല്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്ക് ജനങ്ങൾക്ക് നബി എന്നാ ജനിച്ചത്. അത് സത്യമാണ്, അത് സത്യമാണ്. പറഞ്ഞു കൊടുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. ഇപ്പൊ നിങ്ങൾ പറയും 2 ദിവസം കൂടി നബി ജനിക്കോ? എന്താണ് ഇവർ പറയുന്നത്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിച്ചത് എന്നെ ഇവർക്ക് തീരുമാനമായിട്ടില്ലത്. അപ്പൊ അവിടെ ഞങ്ങൾ ഒരു നുണ കൂടി ഞങ്ങൾ ആവർത്തിച്ച് അവിടെ പറയുന്നു. നിങ്ങളുടെ നുണ ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ഒന്നുകൂടി. അതെന്താണെന്നറിയോ? 35-ാമത്തെ നുണ. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വഹാബികളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം താബിഈങ്ങളോ നബിദിനം ആഘോഷിച്ചിട്ടില്ല. 35-ാമത്തെ പെരുന്നുണയാണത്. ഇമാമികളെ കിതാബ് നിങ്ങൾ നോക്കിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ അബദ്ധമാണത്. നിങ്ങൾക്കത് പറയാൻ അവകാശമില്ല. കാരണം എന്താ? ഒന്നുമല്ല, നിങ്ങൾക്കത് പറയാനുള്ള യാതൊരു അവകാശമില്ല. കാരണം നബി ജനിച്ചേന്റെ റമളാനില എന്ന് പറഞ്ഞ കൗമിന് പിന്നെ നബിദിനം ചർച്ച ചെയ്യാൻ എന്താ അവകാശമുണ്ട്? എന്നാലും അത് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് 35-ാമത്തെ കളവെന്താണെന്നറിയോ? നബിദിനം നബി ആഘോഷിച്ചിട്ടില്ല എന്ന് മഹാകളവാണ്. ഉണ്ട് മൗലവി, ഉണ്ട്. എവിടെയുണ്ട്? നോക്കൂ നിങ്ങൾ. മഹാനായ ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ-ഹാവിയിൽ ഫതാവയിൽ എടുത്തു കൊടുത്തിട്ട് പറയുന്നു, നബിദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ആഘോഷിച്ചറിയോ? നബിതങ്ങൾ തന്നെ നബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ച് ഒരു മൃഗത്തെ അറുക്കുന്നു, വിതരണം ചെയ്യുന്നു. അത് അൽമനാർ നോക്കിയാൽ കാണൂല. അത് പോയി നോക്ക്. ബൈഹഖി ഇമാമിന്റെ കിതാബ് നോക്ക്. പോസ്റ്റർ ഒട്ടിച്ച് മാത്രം പരിചയപ്പെടുത്തേ പോരാ, കിതാബ് എടുത്തു നോക്ക്. അപ്പൊ കാണുമത്. അപ്പൊ സഹോദരന്മാരെ, ഈ പെരുന്നുണ നമുക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾ എടുത്തു നോക്കിക്കോ. ഞാൻ പറയുന്ന 35-ാമത്തെ നുണയായി നമുക്കത് രേഖപ്പെടുത്താം. ഇനി ഞാൻ നിങ്ങളെ മറ്റൊരു 36, 37 2 പ്രസക്തമായ നുണയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക. ഞാൻ എന്താണെന്നറിയോ? ഇവർ പറയുന്നു ലോകത്തുള്ള മൗലിദുകളെ ആ മൗലിദ് എന്തിനെതിരാണ്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുർആനിനെതിരാണ്. ഒരു മൗലവി പറയുന്നുണ്ട്. ഞാൻ ഒരൊറ്റ ഉദാഹരണം ഞാൻ എടുക്കുകയാണ്. മങ്കൂസ് മൗലിദ് ഖുർആനിനെതിരാണ്. 36-ാമത്തെ കളവാണ്. പക്ഷെ അത് പറഞ്ഞ ഒരു മൗലവി കുടുങ്ങിപ്പോയി. അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അയാൾ പറഞ്ഞു മങ്കൂസ് മൗലിദിൽ വസ്തഗാസ ബിഹി നൂഹുൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ. നൂഹ് നബിയോട് ആര് ഇസ്തിഗാസ ചെയ്തു? നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടി.
എന്ന് പറഞ്ഞല്ലോ. ഈ സംഭവത്തെക്കുറിച്ച് ഒരു മൗലവി പറയാണ് ഇത് കളവാണ്, ഇത് ഖുർആനിനെതിരാണ്. അത് വേറൊരു കളവാണ്, 36-ാമത്തെ കളവ്. പക്ഷേ ഈ കളവ് പറയാൻ വേണ്ടി ഇയാൾ ഖുർആൻ എടുക്കാണ്. മലപ്പുറം ജില്ലക്കാരനായ ഹമീദ് മൗലവി അയാൾ ഖുർആൻ എടുക്കാണ്. പക്ഷെ ഖുർആൻ എടുത്തിട്ട് തന്നെ അയാൾ ആദ്യം തന്നെ പറയുന്നത് മഹാകളവാണ്. ഇയാൾ പറയുന്നു ലൂത്ത് നബിയുടെ കാലത്ത് വലിയ വെള്ളപ്പൊക്കമുണ്ടായി. എന്തിന്? വസ്തഗാസ ബിഹി നൂഹുൻ, നൂഹ് നബി റസൂലുള്ളാഹിനോട് സഹായം തേടി എന്നു പറയാൻ വേണ്ടിയിട്ട് ഇയാൾ പറഞ്ഞ വാചകം നിങ്ങൾ നോക്ക്. ലൂത്ത് നബിയുടെ കാലത്ത് ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. എന്നിട്ട് അതിന് ഖുർആനോതാണ് വനദ്ദൈനാഹു, ലൂത്ത് നബിയെ നമ്മൾ രക്ഷപ്പെടുത്തി. ലൂത്ത് നബിയല്ല, നൂഹ് നബിന്റെ കാലത്താണ് ഇവിടെ വെള്ളപ്പൊക്കവും തൂഫാനും പ്രളയം ഉണ്ടായതെന്ന് ആർക്കാ അറിയാത്തത്? എല്ലാവർക്കും അറിയാം നൂഹ് നബിന്റെ കാലത്താണ്. ഈ മൗലവിക്ക് അത് അറിയില്ല. എന്നിട്ട് ഇയാളിങ്ങനെ പ്രസംഗിച്ചു നോക്കിയപ്പോ ബാക്കിൽ ഒരാളിന്റെ ഒരു സംഘാടകൻ അയാൾ തോണ്ടിയിട്ട് പറഞ്ഞു, മൗലവി അത് ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബിയാണ്. അപ്പൊ ഇയാൾ ആദ്യം ഇങ്ങനെ നൂഹ് നബിന്റെ കാലത്താലേ വെള്ളപ്പൊക്കം ഉണ്ടായത്? അല്ല, പ്രസംഗിക്കുന്ന മൗലവി അല്ല, ലൂത്ത് നബിന്റെ കാലത്ത് തന്നെയാണ്. അളവ് പറഞ്ഞല്ലേ പരിചയമുള്ളൂ. പിന്നെ ഈ ടീമുണ്ട് നന്നാകുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ട് അംഗീകരിക്കണില്ല, പറഞ്ഞു കൊടുത്താണ്ടെന്നാലും മനസ്സിലാക്കാവൂല. അപ്പൊ അവസാനം എന്നാ പിന്നെ ഈ സംഘാടകനും വിചാരിച്ചു അയാൾ പറഞ്ഞോട്ടെ. ലാസ്റ്റ് കൊടുങ്ങുന്ന എവിടെയാണെന്നറിയോ? മങ്കൂസ് മൗലിദിന്റെ അടുത്ത്. അതിനതാ പറയുന്നു വസ്തഗാസ ബിഹി നൂഹ്. പിന്നെ മങ്കൂസ് മൗലിദിൽ നൂഹുന്നാളുള്ളത് തെറ്റാണ്, അവിടെ ലൂത്ത് നാക്കണം എന്ന് പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു അതെന്ത് പറയുമോ. അപ്പൊ രണ്ട് കളവ് 36, 37. 36 ഏതാ? ലൂത്ത് നബിയുടെ കളയം ഉണ്ടായത്. 37-ാമത്തെ കളവ് ആ പറഞ്ഞ വാചകം വസ്തഗാസ ബിഹി നൂഹുൻ എന്നത് ഖുർആനിനെതിരാണ്. എതിരല്ലത്, ഒരു എതിരുമല്ല. അത് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് പാടിയതാ. പോകട്ടെ, വലിയ വലിയ പണ്ഡിതന്മാരെ മൗലിദിൽ തന്നെ ഉണ്ട്. അല്ലാമ ഇബ്നുൽ ജൗസിയുടെ മൗലിദുൽ അറൂസ് ഹിജ്റ 507 ജീവിച്ച മഹാന. അവിടെ നിങ്ങൾക്ക് കാണാം വകദാക നൂഹുൻ ഫിസ്സഫീനതി ഖദ് നജാ ബിമുഹമ്മദിൻ ഫസ്അൽ ബിദാക ഖബീറാ. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ നിന്ന് റസൂലുള്ളാഹിനോട് തവസ്സുൽ തേടി ഇസ്തിഗാസ ചെയ്തു. അപ്പൊ 36, 37-ാമത്തെ കളവ് രണ്ടും കൂടി ഒറ്റയടിക്ക് ആ സംഭവം നിങ്ങൾ കണ്ടോളൂ. മലപ്പുറം ജില്ലക്കാരനായ ഹമീദ് മൗലവിയുടെ കളി. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നെന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക നജ്ജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്. വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തില് വഅൻജൈനാഹു വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. മുസ്ലിയാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും വഅസ്ഹാബസ് സഫീനതി, ആ കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ. വസ്തഗാസ ബിഹി, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. സോറി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്ത് ധാരണപ്പേര് വന്നതാണ് കേട്ടോ. കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോലില്ല, വലിയ വയസ്സനായി, 10-60 വയസ്സോളായി. ഇയാളൊക്കെ എന്നും പരിപാടിക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും? പറഞ്ഞു കൊടുത്താവെന്ന് തീരുമാനിക്കേണ്ടാവില്ല. ഈ ജാതി പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് സെക്രട്ടറിയൊന്നും ഇടപെടിക്കോടെ. ഞങ്ങൾക്ക് ഇതിന് മറുപടി പറയാൻ വയ്യ. കാരണം നിങ്ങൾ ഈ കെൽപ്പുള്ള ആൾക്കാരെ മാത്രം കൊണ്ടുവന്നാൽ മതിയല്ലോ, ഇല്ലാത്തവർക്ക് മുഴുവൻ ഇത് കൊടുത്തിട്ടല്ലേ. അതിന് സക്കരിയ സ്വലായി തന്നെ അതിന് മറുപടി പറയാൻ ഏറ്റവും നല്ലത്. ഒന്ന് മൂപ്പരെ കൊണ്ടൊന്ന് പറയിപ്പിക്കും.
പോവണ്ട, വേഗം പോയി രക്ഷപ്പെട്ടു. ഒറ്റപ്പെടുന്നതിന് രക്ഷപ്പെട്ടു. അതെന്തായി 36, 37 കളവുകൾ കേട്ടു. ഇനി നിങ്ങൾ നോക്ക്, ഒരു വൻകളവ് പറയാൻ പഴയ മൗലവി എത്തുന്നു. അതാരാ? ഉമർ മൗലവി. ഉമർ മൗലവി പറയാണ്, ജാറങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. ജാറെന്ന് പറഞ്ഞാൽ എന്താ? അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലം. അള്ളാന്റെ റസൂല് പറഞ്ഞത് അൽ ഖബറു ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന. മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഈ ഖബറുകൾ, മുഅ്മിനീങ്ങളുടെ ഖബറുകൾ, അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറുകൾ, അത് റൗള, സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു തോപ്പാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ മൗലവി പറയാണ്, 38ാമത്തെ പച്ചക്കള്ളം അയാൾ പറയുന്നു, ജാറങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. പറയട്ടെ ഉമർ മൗലവി. ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാറങ്ങളും ഇടിച്ചു നിരത്തിയിട്ട്, പടച്ചോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അല്ലാഹു മലക്കുകളാക്കും. അപ്പൊ എന്തായി? ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ് ജാറങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതോ അൽ ഖബ്റു ഇമ്മാ റൗദത്തും മിൻ റിയാദിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ തോപ്പാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ, മുഅ്മിനീങ്ങളുടെ ഖബർ. അതിനെക്കുറിച്ച് മുജാഹിദ് മൗലവി പറഞ്ഞെന്താ? 38ാമത്തെ കളവായി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു, അതേ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അതിനെ ഇടിച്ചു പൊളിക്കണം. പൊളിച്ചാൽ ആര് വരും? മലക്കുകൾ നിങ്ങളെ സഹായിക്കാൻ വരും. അങ്ങനെയാണ് നാടുകാണി ദുരത്തിൽ പോയിട്ട് അവിടെ പൊളിക്കാൻ നോക്കി. പക്ഷേ വന്നത് മലക്കല്ല, പോലീസുകാരാണ്. വന്നപ്പോ മുജാഹിദീങ്ങൾ ഇങ്ങനെ പൊളിക്കണ തിരക്കില പോലീസ് വന്ന് പെട്ടെന്ന് ഇവര് ദ്വാരിക്കണമാരി കാട്ടി, തൗഹീദ് ഒളിച്ചുപോയി. അപ്പൊ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചു. പോലീസുകാർക്ക് വന്ന് ഈ ജാതി ടീം ദ്വാരക്കില്ല, കാരണം ആ തൊപ്പില്ലാത്ത ദാടി കണ്ടാൽ തന്നെ അറിയത്. അവര് പിടിച്ചപ്പോ ഇവര് വിചാരിച്ച് മലക്കാൻ വരണി, നല്ല പോലീസ് തന്നെയായിരുന്നു. പിടിച്ച് ജയിലിലാക്കി. പിന്നെ അവിടെ പോയി ഇത്തിക്കാഫ് എന്ന് പറയാൻ ഇരിക്കട്ടെ. അപ്പൊ ഈ കളവ് വളരെ ശക്തമായ കളവാണ്. ഇനി നിങ്ങൾ നോക്ക്, വേറൊരു മൗലവി പറയുന്നു, ഒരു റഹ്മത്തിന്റെ സ്ഥാനങ്ങൾക്കും ഒരു പുണ്യത്തിന്റെ സ്ഥാനവും സമയവും ഇതൊന്നും അംഗീകരിക്കാത്ത ടീമാണിത്. അതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഇനി അതാ വേറൊരു മൗലവി അതിന്റെ അപ്പുറത്ത് തന്നെ ഉണ്ടാകും. എന്താണിത്? നമ്മുടെ എ ബി അബ്ദുൽ ലത്തീഫ് മൗലവി. അയാൾ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ കുറിച്ച് പറയുന്നു, ഖുറൈശി തറവാടിന് യാതൊരു പ്രത്യേകതയുമില്ല. ഖുറൈശി തറവാടിന് യാതൊരു പ്രത്യേകതയുമില്ല എന്ന് കെ ബി അബ്ദുൽ ലത്തീഫ് മൗലവി. നബി തങ്ങളുടെ കുടുംബത്തെ പോലും, ഏത് ഇപ്പയുള്ള തങ്ങന്മാരെ മാത്രമല്ല, നോക്കൂ നിങ്ങൾ, 39ാമത്തെ മഹാകളവാണത്. മഹാനായ നബി തങ്ങൾ അന്നേ പഠിപ്പിച്ചത് അല്ലഇമ്മത്തു, ഇമാമായി നേതാക്കളായി വരേണ്ടവർ അവർ ഖുറൈശികളാണെന്ന് പഠിപ്പിച്ചവരാണ് മഹാനായ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ. എന്നിട്ട് പറയുന്നു, ഖുറൈശി തറവാടിന് പോലും യാതൊരു പ്രത്യേകതയുമില്ല.